വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഫൈനലി എൻ്റെ ഡോമിനോസിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. സ്വന്തമായിട്ട് തന്നെ എഡിറ്റ് ചെയ്തു ഇന്നലെ രാത്രി ഫുള്ളും. ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യും. എന്തായാലും അത് കഴിഞ്ഞല്ലേ, ഇനി അടുത്ത വീഡിയോ ഞാൻ പെട്ടുവിടം ചെയ്യണം. അത് എപ്പോഴും പറയുന്നത്, പക്ഷേ അടുത്ത വീഡിയോ എന്താണെന്ന് ഞാൻ കുറച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ വരുന്ന ഒരു 2-3 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. എൻ്റെ ബിയേർഡ് കുറച്ച് വലുതായത്, കുറച്ച് തിക്നെസ് കൂടിയെന്ന് തോന്നുന്നു. അതൊന്ന് മുറിച്ചിട്ട് വരട്ടെ. കുറച്ച് പേര് കമൻറ്റ് പറഞ്ഞ കേട്ടായിരുന്നു, ബിയർ ട്രിം ചെയ്യും ബ്രോ, ബിയർ ട്രിം ചെയ്യാം. ആ ഇടയിൽ മരിച്ചു പോയാ നീ? എന്താ അമ്മ കാലിനൊക്കെ എങ്ങനെയുണ്ട്? ബിസി ആണെന്ന് തോന്നുന്നു. കുറഞ്ഞ അതിപ്പോഴും ഇവിടെ പ്ലാസ്റ്റിക്കിനകത്ത് കിടക്കുന്നില്ലേ? ആണോ? അല്ല, ഞാൻ പുറത്ത് പോവാ. അല്ലേ, വീഡിയോക്ക് മാത്രം പുറത്തു പോയാ അതല്ലേ, പുറത്ത് പോകണ്ടേ? എനിക്ക് മടിയാണല്ലേ. ശരി ശരി ശരി. ആയിട്ട് ആൾക്കാർ പറയുന്നത് അച്ഛനെയും ജയമ്പിനെയൊന്നും കാണുന്നില്ല, അച്ഛനൊക്കെ എങ്ങോട്ട് പോയെന്ന്. എന്ത് ചെയ്യാ, നമ്മുടെ ഒരു ഗതികേട്. അച്ഛനും ജയമ്പിനെയും വീഡിയോയിലുള്ളത് അത് ഇവർക്ക് ഭയങ്കര ബിസിയാണ്, എങ്ങും കിട്ടിയല്ല. അച്ഛനാണ് പിന്നെ അച്ഛനെ കുറ്റം പറയണ്ടല്ലോ, അമ്മയ്ക്ക് കടയിൽ പോകാൻ വല്ലാത്തോണ്ട്. ജയന്തിക്ക് പിന്നെ നേരത്തെ പോലെ ബിസിയല്ലേ. എത്ര വീഡിയോകൾ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ എല്ലാം പെൻഡിങ് ഒക്കെ ചെയ്ത് ഇനി ചെയ്യാൻ പോവാ കിടക്കുന്നു. ചെയറിന്റെ വീഡിയോ കംപ്ലീറ്റ്. അമ്മ ചെയറെ വിടമ്മേ, ചെയർ പ്രാവശ്യം ചെയ്ത് ഇനി കുറച്ചായിട്ട് ചെയ്യാം. ആർക്കും ഒന്നും കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. കൊടുക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയ നമ്മള് കൊടുക്കാന്നും പറഞ്ഞൊരു ചലഞ്ച് വെച്ചാൽ കൊടുത്തിരിക്കും. അതാരും മേടിച്ചോണ്ട് പോകാഞ്ഞല്ലേ, ഞാൻ മേടിക്കണമെന്ന് പറഞ്ഞല്ലേ. അന്നേരം നമ്മള് വീണ്ടും ചെയ്യണം. അത് അവിടെ ചെയ്യണ്ട. നിനക്ക് വല്ല ജിമ്മിലാ, നല്ല വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലത്താ, അവിടെ വെച്ച് ചെയ്യണം. നോക്കാം. നല്ല വെളിച്ചമുള്ള ജിം എനിക്ക് എപ്പം കിട്ടുന്ന കയ്യിൽ അവിടെ ചെയ്യാം. നല്ല വെളിച്ചം വേണം, അല്ല ഇരുണ്ട ജിമ്മിലൊന്നും ഞാൻ ചെയ്യത്തില്ല. പിന്നെ കുറെ ആൾക്കാരും വേണം, അതൊന്ന് കണ്ടുപിടിക്കട്ടെ ഞാൻ ചെയ്യാം അവിടെ. അമ്മ എന്തോ അമ്മ ഇടക്ക് വെച്ച് സ്നാക്സ് ഒക്കെ കഴിക്കാൻ നോക്കി. അമ്മ കാപ്സ് കഴിക്കാൻ നമ്മുടെ പലയിടം പറഞ്ഞിട്ടില്ലേ? കടിക്കാൻ വേണ്ട, ഇനി വേണ്ട. അങ്ങനെ ഞാൻ വല്ലതും പുറത്തു പോയിട്ട് വല്ല മേടിച്ചിട്ട് കൊണ്ടൊന്ന് ഉണ്ടാക്കി തരാം. ഉച്ചയ്ക്ക് കഴിക്കരുതെന്നല്ലേ പറഞ്ഞ, അല്ലറ ചില്ലറ സാധനം കഴിക്കരുതെന്നാ പറഞ്ഞത്. ഞാൻ മീൻ മേടിച്ച് വെച്ച് തരാമെന്നെങ്കിൽ. ആ കൊള്ളാം. അയ്യോ, കറി വെച്ച് തരാമല്ലോ, വറുത്ത് തരാം. വറുത്ത് തരാം, മത്തി വരത്തില്ല, വലിയ മീൻ വറുക്കാം. ഇയാൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മേടിച്ച് വേവിച്ചതാ. ഞാൻ ഇപ്പൊ ഞാൻ മേടിച്ചു തരാം, വേവിച്ചു തരാം. ഇത് നമുക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ചിട്ട് വരാം കേട്ടോ. അമ്മയുടെ കാപ്സ് കഴിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ വേറൊരു സംഭവം ചെയ്യിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അത് ഈ ഡോക്ടർമാർ ഞാൻ കൂടുതൽ പറയുന്നില്ല, വേണ്ട. ഞാൻ പറഞ്ഞ് ഞാൻ വിവാദമായി പോകും. എൻ്റെ ഗ്രാഫിക്സ് കാർഡ് കേടാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നുവെച്ചാൽ ഫാൻ കേടായി 2 അത് വാറണ്ടിക്കകത്തുള്ള ഗ്രാഫിക്സ് കാർഡാണ്. 3 വർഷം വാറണ്ടി ഉണ്ട്. പക്ഷേ എൻ്റെ ബില്ല് എൻ്റെ ഇല്ല. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചു തരുന്നു. അപ്പം ബാംഗ്ലൂരിലത്തെ കടയിൽ ഞാൻ 2 ദിവസമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക, അവരെനിക്ക് ബില്ല് അയച്ചു തരാൻ വേണ്ടി. അതെനിക്കിപ്പോൾ കിട്ടി. അപ്പം നാളെ കൊണ്ട് നമുക്ക് എറണാകുളത്ത് കൊടുക്കണമായിരുന്നു. ഹോപ്പ്ഫുള്ളി എത്ര ദിവസം എടുക്കുന്ന അറിയത്തില്ല. എല്ലാവരും റെഡിയായി കിട്ടുന്നവരെ കമ്പ്യൂട്ടറാണ്. അമ്മ മറ്റേ ഗ്രാഫിക്സ് കാർഡിന്റെ ബില്ല് കിട്ടി കേട്ടാ. തപ്പിട്ട് കിട്ടുന്നില്ലായിരുന്നല്ലേ? നാളെ കൊണ്ട് കൊടുക്കുക. അത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കടക്കാരൊക്കെ ചോദിച്ച് മേടിച്ച്. അപ്പൊ നമുക്കിപ്പോ ഇറങ്ങാം. നമുക്ക് അമ്മയ്ക്ക് വേണ്ടി മേടിച്ചതായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. പെട്ടെന്ന് കയറി ഇരി. നല്ല മീൻ വില മേടിക്കട്ടെ. അയിലൊന്നും പറ്റത്തില്ല, നല്ല വില മീൻ മേടിക്കുന്നു. എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലാതെ തല വെട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അടുത്ത മാസത്തേക്കല്ലടാ, ഇന്നത്തേക്കാ വേണ്ടത്. കയറി ഇല്ല, കുഴപ്പമില്ല. നീ അങ്ങോട്ട് കയറി അർത്തിങ്കിലൊന്നും പോകണ്ട. എന്താ പേര്? മാച്ചാണെന്നും പറഞ്ഞു. മാച്ച വില കൂടുതൽ നമ്മൾ ടെൻഷൻ അടിക്കണം. മേടിച്ചോണ്ട് വലിയ മീനുണ്ട്, ഞണ്ടുണ്ട്, ഒരു പരന്ന മീനുണ്ട്, പിന്നെ സ്രാവുണ്ട്, പിന്നെ കുറെ വേറെ മീനുണ്ട്. നമുക്ക് മാച്ചൻ മേടിക്കാൻ നോക്കാം. നീ വീട്ടിൽ പോ. ഞാൻ ആ മീനില്ലേ ഗ്രില്ല് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒരു കൂട്ടുകാരനെ വീട്ടിൽ വന്നിരിക്കുക. അവൻ്റെ ആ ഗ്രില്ലിന്റെ സംഭവം മേടിക്കാം. ഇത് കിട്ടിയെന്ന് ചാർക്കോളും കൂടി മതി. ജേമ്പി വിളിച്ചോണ്ടിരിക്കുക ചാർക്കോളിന്റെ സ്ഥലത്ത് കേട്ടോ. അവൻ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. നമ്മളെന്തായാലും അങ്ങോട്ട് പോട്ടെ. പിന്നെ ഇടയ്ക്ക് ഒരു റെസ്റ്റ് വല്ലതും വേണ്ടി വരും. അതുകൂടി തപ്പനോടെ എന്നാ ഗ്രില്ല് ചാർക്കോൾ വേണ്ടിയിരിക്കുന്നു. എത്രയത്? ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞേക്കാം, അച്ഛനേക്ക് ചിക്കനും കൊണ്ടുവരാം. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കൽക്കരി ഉണ്ട്, പിന്നെ 1.5 കിലോ മീൻ മാത്രം നടക്കത്തില്ല. ഇതേണ്ട് മീൻ നല്ല മീനാണോ അല്ലേന്ന് പറഞ്ഞേ. അമ്മ ഫ്രഷ് ആകത്തില്ല കുറെ പറഞ്ഞതല്ലേ. അറിയില്ലേ? എന്നാ അമ്മ കഴിക്കണ്ട. എന്തായാലും അച്ഛൻ്റെ ചിക്കൻ മേടിക്കാൻ പറയണം എനിക്ക്. അതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞിട്ട് നമുക്കിത് ഗ്രില്ലാക്കാം.
താമസമല്ലേ, ഒരു താമസം പീസ് കട്ട് ചെയ്ത് ഗ്രില്ല് ചെയ്യാനുള്ള സാധനമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യുക. ഞാൻ ഇപ്പൊ ജിമ്മിലോട്ട് പോവാ. JMB അവിടെ ചിക്കനെ കഴുകി വെക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ എങ്ങനെയാണെങ്കിലും ഞാൻ കഴിക്കും. അതിന് അത്രേ ഉള്ളൂ. ഫിഷ് അമ്മയ്ക്ക് വേണ്ടി അത് മേടിച്ചു. പിന്നെ എനിക്കും കൂടി ആഹാരം കുറച്ച് ഏറെ കഴിക്കണോ, പിന്നെ ചിക്കൻ കൂടി മേടിച്ചെന്നേ ഉള്ളൂ. എന്നാൽ നമുക്ക് പെട്ടെന്ന് ജിമ്മിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ പോവാം. കൊടുക്കത്തെ വിശപ്പ്. ഞാൻ ചിലപ്പോൾ ഇന്നൊന്ന് സ്കിപ്പ് ചെയ്ത് തന്നെ ജിമ്മ് അവിടെ ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ വേണ്ട, നമ്മൾ ജിമ്മിൽ പോയിട്ട് വരണം. അതേപോലെ നടുക്കൊണ്ട് വെക്കുന്ന വീഡിയോ എത്തിക്കുവോ? അവനാണെന്ന് പറഞ്ഞു കൊടുക്കാം. അവൻ ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. ഓക്കെ, മോൻ എവിടെയാണ് ഇത്ര നേരം? ഞാൻ ജിമ്മിൽ പോയിരിക്കും. അല്ല, കഴിക്കാൻ വരുമോ? ബുദ്ധിമുട്ടുണ്ടോ? അല്ലെ AC റൂമിൽ കൊണ്ട് തരാം. ഞാനല്ലേ മേടിച്ചു. AC പോയിരുന്നോ? ഞാൻ കുളിച്ചിട്ട് വരാം. മേടിച്ചാൽ മാത്രം മതി. കട്ട ഇത്ര ഉള്ള ഇതൊക്കെ ധാരാളം. പക്ഷെ വീടിന്റെ നടുക്കൊണ്ട് വെച്ച വീട് കത്തത്തില്ലേ? വീടിന് നടുക്കൊണ്ട് അതൊക്കെ ധാരാളം, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഉണ്ട് നല്ലത്. ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഷാർക്ക് കൊള്ളാം. എങ്ങനെ കൽക്കരി കത്തിക്കാൻ അറിയാം? കൽക്കരി അടുവ ട്രെയിനൊക്കെ കത്തിക്കുന്നില്ല, മറ്റേ ട്രെയിൻ കത്തിക്കുന്നത്. അങ്ങനെ കർപ്പൂരം കിട്ടിയിട്ടുണ്ട്. ഇനി കത്തിക്കുന്ന പരിപാടി നടക്കാൻ പോവാം. എല്ലാ സംഭവം മേടിച്ചോണ്ട് വന്നാ പിന്നെ പരിപാടി ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരും. ആ ചമ്മയല്ല, അത് ഫുള്ള് വിടണം കേട്ടാ. അത് 2 കിലോക്ക് വേണ്ടി. അത് എന്തെങ്കിലും തൊണ്ട വല്ലതും എടുത്ത് വീടാ. തൊണ്ടൊന്നുമില്ല, അത് പോരെ. ഇത് കത്തിയ എളുപ്പം. സ്പ്രെഡ് കത്തിപ്പിടിക്കുക വെച്ചാ. ഇത് ചെയ്യാനുള്ള വടിയൊക്കെ എന്താ? ഇത് 2 കിലോമീറ്റർ ദൂരത്തെ വടിയാ. ഓടിക്കാത്, അത്രേ ഉള്ളൂ. മോനെ മറ്റേ 1997 കഥ പറ. ഗ്രില്ല് ചെയ്താ മോന്റെ മിലിറ്ററി കഥ പറ. തള്ളു. ക്യാമ്പ് ഫയർ സെറ്റ് ആണ്, പറഞ്ഞോ മോനെ. ഈ മിലിറ്ററി ആയിട്ട് ഒരെണ്ണം പോലെ ഗ്രില്ല് ചെയ്തില്ല, ഒന്നും ഗ്രില്ല് ചെയ്തില്ല മോനി. ഇത് പിന്നെ കൽക്കരിയല്ലേ? ഇത് കൽക്കരിയാ, കൊയിലാണ്. 100 രൂപ ഒരു പാക്കറ്റിന്. വില കൂടിയ കൽക്കരി. കൽക്കരി അച്ഛാ, ഇത് കൽക്കരി ആണിത്. ഇത് വിറകാണ്. എനിക്കതേ ഇത്ര പെട്ടെന്ന് അത്രയും ഫാസ്റ്റ് ആയിരിക്കും. എടാ വടിയൊക്കെ വെച്ചിരിക്കുന്നത്. അച്ഛൻ്റെ ഇൻവെൻഷൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എടാ ചെറുക്ക, നിനക്കൊന്ന് വടിയൊക്കെ വെച്ചിരിക്കുന്നത്. വടിയുടെ ആവശ്യമില്ല. എന്തിനാണ് വിറക് കത്തിക്കുന്നത്? വിറക് കത്തിക്കുമല്ലേ, കൽക്കരി കത്തിക്കുമല്ലേ? മിലിറ്ററിയിലൊക്കെ അങ്ങനെയാണ്. മിലിറ്ററി എങ്ങനെയാണോ? നീ മിലിറ്ററിയിലോട്ട് പോ. ഇവിടെ നാട്ടിലാണ് ഇപ്പം. കത്തിച്ചു വേണ്ട നമുക്കൊരു കാര്യം. ഇതെല്ലാം ഇങ്ങനെ നീർത്തി വെച്ചിട്ടില്ല, നടക്കാണ്ട് ആണാ. ഫുൾ മീന് പാരയിലയും പൊതിയും, അത് കഴിഞ്ഞിട്ട് മറ്റേ അലുമിനിയം ഫോയിൽ ഇങ്ങനെയാണ് ഫോൾഡ് ആകാൻ പോകുന്നത്. മിലിറ്ററി സ്റ്റൈൽ. അതൊരു മീൻ വെച്ചു, അതിങ്ങനെ മടക്കി മസാല ഇവിടെ ബാക്കി വെച്ചു. ആ പോയി. ചെറിയ ഞാൻ അപ്പളേ പറഞ്ഞ ചെറുതാണെന്ന്. ആ ചാർക്കോൾ ഇതായിട്ട് റെഡി ആയിട്ടില്ല മോനെ. ഇത് എത്ര നേരത്തെ പൊളിഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. തികയുന്നില്ല അല്ലേ? മീനിന്റെ വാല ഒടിക്കേണ്ടി വരും. അവിടെ ചേച്ചി പേപ്പർ കൊടുത്ത് തരാൻ പറയടാ. പേപ്പർ നമ്മുടെ വീട്ടിൽ ഇല്ല, നമ്മളെ പിന്നെ പോയിട്ട് കാര്യമില്ല. 2 എണ്ണം കൊടുത്ത് തരാൻ പറയട്ടെ. അല്ല ഇത്രയും പോയില്ല, അത് കത്തുവാ കത്തുള്ള ഭാഗം. പിന്നെ ഇത് എടുത്തോണ്ട് പോവാ. എന്നാ മോനെ മീൻ. എന്ത് മീൻ? ആ കൽക്കരി ഫുള്ളായിട്ട് കത്തണ്ടേ? മീനപ്പോ വേണ്ടേ? ഒരു ഫോയിലേ ഉള്ളൂ. ഇത് മീൻ പൊള്ളിച്ചത്ത്.
പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മീനാ പിടിച്ചോ. മീൻ കത്തുവന്നുമല്ല നിർബന്ധമാണ്, അപ്പോൾ മീൻ ഇത്ര പ്രൊട്ടക്ഷൻ ഉണ്ട്. ആർക്കും ഒരു ഐഡിയ ഇല്ല എന്തോ ചെയ്യേണ്ടതെന്ന്. ഈ ജന്മത്തിൽ കത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവർക്ക് ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ കാര്യം കഴിഞ്ഞാൽ അത് പറ്റില്ല. നമ്മളൊന്നും നോക്കത്തില്ല, നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുമെന്നും പറഞ്ഞാൽ കുത്തിയിരിക്കുക. അതാണ് ഒന്നും നടക്കാത്തത്. കുറച്ച് എണ്ണ വേണം എനിക്ക്. കോക്കനട്ട് ഓയിലുള്ള ഇതെങ്കിൽ ഇത് ഓയിലിന് കുറവുണ്ടല്ലോ വീട്ടിൽ. ഇതാതൊരിട്ടെ ഇവിടെ ഇട് പറഞ്ഞ ഇവിടെ ഒന്ന് കത്തിക്കത്. എടാ അത് കത്തിക്ക് പേപ്പർ. എണ്ണ ഒഴിക്കണ്ട. ഈ ഊളനെയൊക്കെ എവിടെ നിന്ന് കിട്ടി തീരുമേ? ആയിട്ടുണ്ട് ഇങ്ങോട്ട് വാ. ഇതെടുത്ത് ഒരെണ്ണം വെച്ചേ. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് എടുത്ത് വെക്ക്. എനിക്ക് വിശന്നിട്ട് വേല. ജിമ്മ് ഞാൻ നേരത്തെ ആയിട്ട് വന്നത് കഴിക്കാൻ വേണ്ടിയാ. എന്നാ 3 വെക്ക്. അതിങ്ങനെ പറിച്ചിട്ട് പിടിച്ച് പറിക്കും. വെച്ചേക്ക്. എത്ര നേരം എടുക്കും അറിയില്ല. സിനിമയ്ക്ക് പോയിട്ട് വന്നല്ലോ. അച്ഛാ തീയുടെ ആവശ്യമില്ല, അത് ചൂട് മാത്രം മതി. അവിടെ ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ അപ്പവും ബീഫും കഴിച്ചോണ്ടിരിക്കുക. എത്ര എടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കഴിച്ച് വയറ് ഫില്ലാക്കിയിട്ട് ആ മീനും കഴിച്ച് പിന്നെ ചിക്കനും കഴിച്ച് കിടക്കുന്നുള്ളൂ. എല്ലാരും വരങ്ങെന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ട് ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് മറിക്കാം കേട്ടാ. കനലിലൊക്കെ നല്ല കത്തി തന്നെ നിൽക്കുക. മറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഒരു സൈഡ് ആയി കാണോ നമുക്ക് പ്രതീക്ഷിക്കാം. സ്മെല്ല് വന്നു തുടങ്ങി കേട്ടോ, നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ മറിച്ചിട്ടുണ്ട്, മറ്റേ സൈഡ് കുറച്ച് വെന്തില്ലെന്ന് തോന്നുന്നു. എന്തായാലും 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സമയം ഒരെണ്ണം ഇറക്കി നോക്കാം. അപ്പം അത് കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് എല്ലാം എടുക്കാം, അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം വെക്കാം. ചിക്കന് വേണ്ടിയൊന്നും കാണത്തില്ലല്ലോ ഈ ഉന്മേഷം. ഇതേ ഉള്ളൂ, ഇതിന് മാത്രമേ. നടുക്കത്തെ ഇറക്കിയിട്ട് നല്ലതായിട്ട് കുക്ക്ഡ് ആയിട്ട്. സൈഡിലത്തെ എടുക്ക് പൊക്ക്. അത് ചൂടാ. എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. തുറന്ന എങ്ങനെ ഉണ്ടെന്ന് എന്താ 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 വെന്തിട്ടുണ്ട്. കുറച്ച് നാരങ്ങയും കുറച്ച് ഉപ്പും കൂടെ ഉണ്ട്. കറക്റ്റ് നമുക്ക് കഴിക്കാം. നമുക്ക് ചിക്കൻ ആദ്യം വെക്കാനത്. ഈ ചിക്കൻ 3 പീസ് വെക്കാനത്. ഈ ചിക്കൻ എന്തായാലും ഞാൻ ഫുള്ളും വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് 2 പീസും കൂടി ഉണ്ട്. എന്തായാലും ഇതൊന്ന് വർക്കൗട്ട് ആട്ടെ. ഞാൻ ആ സമയത്ത് ആ മീൻ കഴിക്കും. അച്ഛൻ കുറച്ച് ഓയിൽ ഇടട്ടെ. ഇനി പോയിക്കേണ്ട ആവശ്യമില്ലടാ, ചൂടാണത് ആവശ്യത്തിന്. എനിക്ക് കുറച്ചൊരു ഫ്രൈ ആയിട്ടുള്ള മീനായിരുന്നു വേണ്ടത്, പക്ഷേ ഇതിപ്പം ഇലയിൽ പോയി സ്റ്റീമായി. കൊടുക്കുക കുറച്ച് നാരങ്ങയും ഉപ്പും കൂടി ഇടലായിരിക്കും. എങ്ങനെ ഉണ്ടമ്മേ? നല്ല മീനാ. അച്ഛൻ വന്ന് കഴിച്ചു നോക്കിയേ. ചിക്കൻ കറക്റ്റായിട്ട് വന്നോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ ഒരു മീൻ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് ഞാൻ ഒരു മീൻ ഫുള്ള് ഉണ്ടാക്കി തന്നെയാണ് കേട്ടാ. ഇനി ഉണ്ടാക്കി തന്നെന്ന് പറയുന്നത് ഫുഡ് നിന്ന് പകുതി സൈഡ് കിട്ടിയാ. ശരി, എനിക്ക് തോന്നുന്നത് വെന്തിട്ടുണ്ടെന്ന്. ഇനിയും ചെയ്തത് ചിലപ്പം കരിഞ്ഞു പോകും. വെന്തിട്ടൊക്കെ ഉണ്ട്. ഷെഫിന്റെ കാണുന്നതിനൊക്കെ കണ്ണ് കാണാൻ പറ്റില്ല. പോ, ഞാൻ കഴിച്ചു കാണിക്കാം. ഇത് കഴിച്ചു നോക്കി. അമ്മ കഴിച്ചേ? അമ്മ കഴിച്ചേ? എന്താ വെന്തില്ലേ? എന്ത് അല്ലേ എല്ലാം വെന്ത്. ഇവർക്ക് എന്ത് വേണം? പതിനെട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗ്രില്ലിന്റെ പാറ്റേൺ വരുന്നുണ്ട് കേട്ടോ. വലിയ പീസില്ല, അതിനകത്ത് നല്ലതായിട്ട് അരപ്പ് ചിക്കൻ വെന്ത്. പക്ഷെ അരപ്പ് കുറച്ചുകൂടി മൊരിച്ചിരുന്ന നല്ലതായിരുന്നു. അടുത്ത പ്രാവശ്യം നമ്മൾ ഈ മിസ്റ്റേക്ക് റെഡിയാക്കുന്നതാണ്. ഇങ്ങനെ ഫ്രൈ ആയിട്ട് ഇറങ്ങി വരണം. ഇതാണ് കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്തുകയാണ്. I hope you guys are wonderful episode. I'll see you guys next time. Till then, take care. Peace.